ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവയുടെ സിലിണ്ടർ പിസ്റ്റൺ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ച് ആ രീതിയിൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നിലവിൽ നമുക്ക് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉരുകി പിടിച്ചൊരവസ്ഥയായിരുന്നു. പിസ്റ്റണിൻ്റെ അവസ്ഥ ഇതാണ്, സിലിണ്ടറിനകത്ത് ഉരുകി പിടിച്ചേക്കാണ്. അപ്പോൾ അത് സിലിണ്ടറും ഡാമേജ് വന്നിട്ടുണ്ട്, പിസ്റ്റണും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിലിണ്ടർ കിറ്റ് അടക്കം മാറ്റി ചെയ്യണ വർക്കാണ് കേട്ടോ. ഇത് സിലിണ്ടർ പിസ്റ്റൺ കിറ്റ് നമ്മൾ പുതിയത് മേടിച്ചതാണ്. പിസ്റ്റണും സിലിണ്ടറും സ്റ്റാൻഡേർഡ് സിലിണ്ടർ പിസ്റ്റണും പുതിയത് മേടിച്ചിട്ടാണ്. അതിൻ്റെ കിറ്റ് വയറിങ്, അതിൻ്റെ റിങ്സ്, പിസ്റ്റൺ പിന്നെ അടക്കം വരുന്നൊരു കിറ്റായിട്ടാണ് നമുക്ക് വരാം. അപ്പോൾ അത് നമുക്ക് 3379 രൂപ നമുക്ക് അതിൻ്റെ സിലിണ്ടർ കിറ്റിന് മാത്രം വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ വാൽവിനകത്ത് വരുന്ന വാൽവിൻ്റെ ഗൈഡ് വരുന്നുണ്ട്. അങ്ങനത്തെ ഐറ്റംസൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കുന്നുണ്ട്. അതിനകത്ത് വാൽവ് കിറ്റ് നമ്മൾ ഓൾറെഡി മാറ്റി ലേത്തി കൊടുത്ത് റിപ്പയർ ചെയ്ത് വന്നതാണ് കേട്ടോ. അതിനകത്ത് 2 വാൽവ് മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ ഗൈഡിന് തേമാനുള്ള ഗൈഡ് മാറ്റിയിട്ടുണ്ട്. ഈ ക്യാം ഷാഫ്റ്റിന് വേറെ കംപ്ലൈൻറ്റ് ഇല്ല. അപ്പോൾ സൈഡിലത്തെ ബെയറിങ്ങിന് മാത്രമാണ് പ്രോബ്ലം ഉണ്ടായുള്ളൂ. അപ്പോൾ ആ 2 ബെയറിങ്ങും നമ്മൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ പഴയ മാറ്റിയ ബെയറിങ്ങുകൾ. പിന്നെ ഹെഡിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ സിലിണ്ടർ ഹെഡ് ആ ഭാഗം നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കാണ് ചെയ്യുക. ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ വന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിനും കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത നിലവിലുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റിലത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഉള്ളിലാണ്. ഇതെൻ്റെ കണക്റ്റിംഗ് റോഡാണ്. ഇതുമയാണ് നമ്മൾ പിസ്റ്റൺ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് തരാം. അപ്പോൾ അതിന് നിലവിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിവിടെ ഒരു ചെറിയ പ്ലേ കാണിക്കുന്നുണ്ട്, ഇത്ര ഷെയ്ക്കിനകത്തുണ്ട്. അപ്പോൾ നോർമൽ രീതിയിൽ കംപ്ലൈൻറ്റ് വരാറില്ല. കാരണം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞ് കൂടി പെട്ടെന്ന് കംപ്ലൈൻറ്റ്സ് കാണാറില്ല സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ. ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഈ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് എൻജിൻ സൗണ്ടിനകത്തൊന്നും യാതൊരുവിധ വ്യത്യാസമില്ല. അതായത് ക്രാങ്കിൻ്റെ ബെയറിങ്ങിന് കണക്ട് റോഡിന് പ്ലേ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് വന്ന സമയത്ത് അതിൻ്റെ സൗണ്ടിലൊരു ചെറിയ വേരിയേഷൻ, ഒരു മുഴക്ക സൗണ്ടൊക്കെ ഉണ്ടാവും. അത് പ്രത്യക്ഷത്തിൽ നമ്മുടെ വണ്ടിക്ക് കയറ്റുമ്പോൾ നിലവിൽ കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ റിസ്ക് ഫ്രീ, അതായത് 100% നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം നമ്മൾ മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അതും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട്. പക്ഷേ നമുക്കതിന് എമൗണ്ട് അത്യാവശ്യം എമൗണ്ട് വരും. നമുക്കിപ്പോൾ സിലിണ്ടർ കിറ്റ് അടക്കം മാറ്റിയൊക്കെ വരുമ്പോൾ സിലിണ്ടർ കിറ്റും ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം മാറ്റുമ്പോൾ ഏകദേശം ഒരു 10-15 രൂപ 15,000 രൂപയുടെ അടുത്തൊക്കെ നമുക്ക് അതിന് റേറ്റ് വരാറുണ്ട്. അപ്പോൾ എമൗണ്ട് കുറച്ച് ചെയ്യുമ്പോൾ സിലിണ്ടർ മാത്രം റിപ്പയർ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യാം. ക്രാങ്ക് ഷാഫ്റ്റ് പഴയത് തന്നെയാണ് ഉള്ളത്. ഈ എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ ഏറ്റവും പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് വരുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ബെയറിങ്ങുകളാണ്. ഈ വരുന്ന ബെയറിങ്, ഇത് ഈ 2 ബെയറിങ് പോയിട്ടുണ്ട്. പക്ഷേ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയൊക്കെ ബെയറിങ് ഒരു അല്പം കൂടി വലിപ്പമുള്ള ബെയറിങ്ങാണ്. ബെയറിങ്ങുകൾ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ കണക്ടർ റോഡിൻ്റെ ഉള്ളിൽ നീഡിൽ ബെയറിങ് വരുന്നുണ്ട്, അതിനൊക്കെ തേയ്മാനം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണത് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആ കംപ്ലയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും എപ്പോഴും നല്ലതെന്ന് നമ്മൾ പറയണതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ സിലിണ്ടർ കിറ്റ് മാത്രം മാറ്റിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കിന് 1 ഇയർ വാറണ്ടി ഉണ്ട്, 1 വർഷം വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യണത്. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കറക്റ്റ് ടൈമിൽ എഞ്ചിൻ ഓയിൽ മാറണം. 4 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് വണ്ടി പീരിയോഡിക് സർവീസ് നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാവണം. ഇത് 2 കണ്ടീഷനും കൃത്യമായിട്ട് പാലിക്കുക. അതിൻ്റെ ഡാറ്റ നമ്മുടെ കയ്യിൽ ഇവിടെ വരികയും ചെയ്യുകയാണെങ്കിലാണ് നമുക്കൊരു കംപ്ലയിൻറ്റ് വാറണ്ടി സംബന്ധമായിട്ട് നമ്മൾ ഈ ചെയ്യുന്ന ഭാഗങ്ങളിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി ക്ലിയർ ചെയ്ത് തരാനായിട്ട് പറ്റുള്ളൂ. നേരെ മറിച്ച് നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ പ്രോബ്ലം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. അതിന് ചെറിയൊരു പ്ലേ ഉണ്ട്. ഇനി ആ ഒരു കംപ്ലയിൻറ്റ്, അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടാണ് നമുക്ക് ബാക്കിയത്തെ ഇഷ്യൂസ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു കാരണവശാലും വാറണ്ടിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റാതെ നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അതും കൂടി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ വർക്കിന് നിന്നേക്കണത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബൈ ചാൻസ് വന്നുകൂടായിക്കൊന്നുമില്ല, ഒരു 50-50 ചാൻസൊക്കെ ഉണ്ട് നിലവിൽ കംപ്ലയിൻറ്റ് വരാനായിട്ട്. അപ്പോൾ എന്ന് വരണമെന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക വണ്ടികൾ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് പറയണതിൻ്റെ കാരണം നാളെ ഒരിക്കൽ നമുക്കൊരു കംപ്ലയിൻറ്റ് വരികയും നമുക്കത് വാറണ്ടിക്കായിട്ട് കൂടി കൊണ്ടുവരികയും വരുന്ന തർക്കങ്ങളില്ലാതിരിക്കാനായിട്ട് തുടക്കം തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുക. ഈ ക്രാങ്കിൻ്റെ കണക്ടർ റോഡിൻ്റെ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ സൈഡ് ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റോ ഒക്കെ വന്നിട്ട് എഞ്ചിൻ വർക്കായിട്ട് വന്നാൽ നമുക്കത് വാറണ്ടിയിൽ കവർ ചെയ്യില്ല. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. കാരണം നമ്മൾ ഈ മാറ്റുന്ന പാർട്സുകളുടെ ബില്ല് കൃത്യമായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. ഈ വീഡിയോ കൃത്യമായിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഈ മാറ്റുന്ന പാർട്സുകൾക്കുമാണ് നമുക്ക് വാറണ്ടി. അതിനകത്ത് ഓയിൽ സീലുകൾ, ഗ്യാസ്കറ്റുകളൊന്നും അതിനകത്ത് വരില്ല. അത് പുതിയ വണ്ടി എടുത്താൽ പോലും നമുക്ക് അതിനകത്ത് കിട്ടില്ല. സിലിണ്ടർ, പിസ്റ്റൺ, അതേപോലെ ക്യാം ഷാഫ്റ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ മാറ്റുന്ന പാർട്സുകൾക്ക് മാത്രമാണ് നമ്മൾ വാറണ്ടി പറയുന്നത് കേട്ടോ.
പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ബില്ലൊക്കെ കറക്റ്റായിട്ട് സൂക്ഷിച്ചോണം. പിന്നീട് ഒരു പ്രോബ്ലംസ് നിങ്ങൾക്കോ ഞങ്ങൾക്കോ ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. പിന്നെ സിലിണ്ടറിൻ്റെ ഭാഗം കൂടാതെ കൊണ്ട് നമുക്കിവിടെ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് ഉണ്ട്. അതും നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളോട് അത് ചെയ്ത് ക്ലിയർ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടാണ്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മളത് കറക്റ്റായിട്ട് മാറ്റി പാർട്സുകൾ മാറ്റിയിട്ട് നമ്മൾ സെറ്റാക്കി റെഡി ആക്കണമുണ്ട്. പിന്നെ ഉള്ളത് ക്ലച്ചിനകത്ത് കുറച്ചൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. ക്ലച്ചിനകത്തൊരു പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് പുള്ളി വീലുകൾ, ഈ വരുന്ന വീല് ഐറ്റംസൊക്കെ ഓൾറെഡി തേയ്മാനമുണ്ട്, നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് അതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും എമൗണ്ട് കൂടി പോകും. കാരണം അതൊക്കെ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ക്ലച്ച് വീലും പുള്ളി ഐറ്റംസൊക്കെ വരുമ്പോൾ ഏകദേശം 10-3000 രൂപയ്ക്ക് നമുക്ക് ആ ഭാഗങ്ങളിൽ മാത്രം ചിലവ് തന്നെ കേസാണ്. അപ്പോൾ പരമാവധിയും അത് മാക്സിമം നമ്മളത് അതിൻ്റെ പിന്ന് റോളർ സെറ്റൊക്കെ മാറ്റി ഓയിൽ സീലൊക്കെ മാറ്റിയിട്ട് നമ്മൾ സെറ്റാക്കി തരാം തന്നെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യാൻ പറഞ്ഞാണ്. അപ്പോൾ അതും പ്രകാരമാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ഇപ്പോൾ കംപ്ലയിൻറ്റ് വന്നാൽ പോലും നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് ക്ലച്ച് ഗ്രീസിങ്ങൊക്കെ ആവശ്യമായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് പുറമേ തന്നെ അഴിച്ച് മാറ്റാവുന്നുള്ളൂ. എൻജിൻ വർക്കായിട്ട് അത് ബന്ധമില്ല. ക്ലച്ച് CVT ക്ലച്ച് ഇടയ്ക്ക് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ്. അതിന് വേണ്ടി അഴിക്കുമ്പോൾ പിന്നീട് വേണമെങ്കിൽ അതും ആ എമൗണ്ടിൽ തന്നെ മാറ്റാവുന്നതാണ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കാം. പിന്നെ അതേപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ റോളർ ഐറ്റംസൊക്കെ ഇതുമ്പോൾ കിടക്കുന്നത് ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. പക്ഷേ നല്ല പാർട്സാണ്, അത്യാവശ്യം അതായത് ഡാമേജ് ഇല്ല നിലവിൽ. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വിടുന്നത് കേട്ടോ. പിന്നെ കൂട്ടത്തിക്കൂടെ നമുക്ക് അതിൻ്റെ കാർബറേറ്ററൊക്കെ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനപ്പോൾ ഒന്ന് സർവീസ് സ്റ്റേഷനിൽ കൊടുത്തൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തെടുത്താൽ ഇതിന് ശേഷം വീണ്ടും നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റിസീറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികളിൽ കൃത്യമായിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത 99% നമ്മുടെ വണ്ടിക്ക് അതൊരു 50% സാധ്യത നമ്മുടെ വണ്ടിക്കും ഉണ്ട്. അതെ, കാരണം എന്ന് വെച്ചാൽ പെട്രോളിൻ്റെ ഈ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ അത് ഉപയോഗിക്കുന്ന വണ്ടികൾ കോമൺ ആയിട്ട് കാണുന്ന കംപ്ലയിൻ്റാണ്. അത് നമ്മൾ പരമാവധി അഴിച്ച് ക്ലീൻ ചെയ്ത് 99% നമുക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി തരാം. പക്ഷേ എന്നാൽ പോലും ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി നമുക്ക് മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്താണ് റീസെറ്റ് ചെയ്യണേ. സിലിണ്ടർ, പിസ്റ്റൺ, അതേപോലെ ഹെഡ് വാൽവിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ റിപ്പയർ ചെയ്യണേ. ക്രാങ്കിൻ്റെ കണക്ടർ റോഡിന് ചെറിയൊരു പ്ലേ ഉണ്ട് നിലവിൽ. അതിൻ്റെ ഒരു കംപ്ലയിൻറ്റും കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം എഞ്ചിൻ അഴിക്കേണ്ടതായിട്ട് എഞ്ചിൻ സംബന്ധമായിട്ട് വർക്കോ വന്നാൽ നമുക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റിയിട്ടില്ല. ബാക്കിയത്തെ മാറ്റിയാണ് പാർട്സുകൾക്ക് മാത്രമാണ് നമുക്കതിന് വാറണ്ടി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനകത്ത് തന്നെ ഗ്യാസ്കറ്റുകൾ, ഓയിൽ സീലുകൾ, ഓറിങ് ഐറ്റംസൊന്നും അതിനകത്ത് വാറണ്ടിയിൽ കവർ ചെയ്യില്ല. അത് ഓൾറെഡി പുതിയ വണ്ടിക്കാണെങ്കിൽ പോലും നിലവിൽ കവറേജ് ഇല്ല. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് നമുക്ക് ഗിയർ ബോക്സൊക്കെ അഴിച്ച് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് ഈ വീലുകൾ കംപ്ലയിൻ്റ് ഉണ്ട്, അത് അറിഞ്ഞു വയ്ക്കുക. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കൃത്യമായിട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സെറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ ചെയ്തു പോകാം. കറക്റ്റ് ടൈമിൽ എഞ്ചിൻ ഓയിൽ മാറ്റാം. എയർ ഫിൽട്ടർ പ്ലഗ് കൃത്യം 10,000 കിലോമീറ്ററിൽ കൂടുതൽ ഓടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെയാണ് നമുക്കത് കറക്റ്റായിട്ട് എഞ്ചിൻ മാക്സിമം ലൈഫ് കിട്ടാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ലൈഫ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇപ്പോൾ വർക്ക് നമ്മൾ ഓൾറെഡി സെറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് ഡേ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കേസ് നമുക്ക് പറയാനുള്ളത്, നമുക്ക് അതിൻ്റെ ഈ സൈലൻസറിൻ്റെ ഉള്ളിൽ ആദ്യം പിസ്റ്റൺ സിലിണ്ടർ കംപ്ലയിൻ്റ് ഉള്ളപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കത്തിയ ഓയിൽ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്, സൈലൻസറിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു പരിധി കൂടുതൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്ത് കളയൽ പോസിബിൾ അല്ല. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ 2 മൗത്ത് വഴിയാണ് നമുക്ക് ക്ലീനിങ് നടക്കുള്ളൂ. ആ 2 ഭാഗത്ത്, ഒന്ന് ഈ സൈഡും ഒന്ന് ബാക്ക് സൈഡിലത്തെ ആ ഭാഗം വേണം ക്ലീനിങ് നടക്കുള്ളൂ. പരമാവധി നമ്മൾ ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ നോക്കിയാലും ഓയിൽ അംശം ഉണ്ടാവും. അതിൻ്റെ കാത്തലിക് കൺവെർട്ടറിൻ്റെ ഉള്ളിലൊക്കെ ഓയിൽ നല്ല രീതിയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ആ സമയത്ത് പുക കാണിക്കും. വണ്ടി പുക കാണിക്കാമെന്ന് പറഞ്ഞാൽ സൈലൻസർ ചൂടാവുന്ന സമയത്ത് സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്ന് പുക വരും. അത് കാണുമ്പോൾ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുറച്ച് ദിവസങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാവും. കാരണം ആ ഓയിൽ കത്തി തന്നെ തീരണം, അല്ലാതെ കൊണ്ട് 100% അത് മാറില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ ആ ഓയിലിൻ്റെ കരിഞ്ഞ മണവും പുകയും എന്തായാലും ഉണ്ടാവും. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്ത വർക്കിന് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളൊരു കൺഫ്യൂഷനൊന്നും വേണ്ട. എന്തായാലും നമ്മൾ 100% ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് തന്നുവിടുള്ളൂ. അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് നിലവിൽ കാണിക്കും. നമ്മൾ എങ്ങനെ ക്ലീൻ മാക്സിമം നമ്മൾ അതിൻ്റെ മൗത്ത് ക്ലീൻ ചെയ്തിടും. പക്ഷെ അതിൽ കാര്യമില്ല, അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. അത് കത്തി തന്നെ പോകണം, പുകയുണ്ടാവും. അതും കൂടി അറിഞ്ഞു വയ്ക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ ഞാൻ വർക്കിൻ്റെ അനുസരിച്ച് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ.